Good morning, students. In the previous class, we studied about ascending order, descending order, then predecessor and the successor of given numbers, and the smallest and the biggest number using given digits. Okay, today we are going to study about the rounding of numbers. Rounding of numbers, that means rounding off here. നമ്മൾ വൺസിൻ്റെ പ്ലേസിലും സീറോ, ടെൻസിൻ്റെ പ്ലേസിൽ സീറോ, അങ്ങനെ നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ rounding off to nearest tens ആണ് we are going to study first. That rounding off to nearest, look at the example 26,571. we are going to rounding off this number to nearest tens. ടെൻസിൻ്റെ പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത്. വി ആർ ഗോയിങ് ടു റൗണ്ടിങ് ഓഫ് ദിസ് നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ടേക്ക് ദ വൺസ് ആൻഡ് ടെൻസ് പ്ലേസ്. നമ്മൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും പ്ലേസ് നമ്മൾ എടുക്കുക. ഇവിടെ എന്താണ് ടെൻസ് പ്ലേസ് നമുക്ക് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് 71. ഓക്കെ, ദിസ് ഈസ് 71. അതിനകത്ത് 71 എടുത്തിട്ട് വൺസും ടെൻസും മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ടെൻസ് പ്ലേസ് പറഞ്ഞേക്കുന്നുണ്ട്, നമ്മൾ വൺസും ടെൻസും മാത്രമേ നോക്കുകയുള്ളൂ. അതിന് വൺസ് പ്ലേസിൽ എത്രയാണ് ഇവിടെ ഡിജിറ്റ്? ഇറ്റ് ഈസ് 1 അല്ലേ? വൺസിൻ്റെ പ്ലേസ് 1 ആണ്. വൺസിൻ്റെ പ്ലേസ് 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, വൺസിൻ്റെ പ്ലേസ് ഐദർ 5 ഓർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മുടെ ടെൻസ് പ്ലേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ 7 അല്ലേ? 7 എന്നുള്ളത് അതിൻ്റെ നെക്സ്റ്റ് നമ്പർ ആവും, ദാറ്റ് ഈസ് 8 ആവും. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. വൺസിൻ്റെ പ്ലേസിൽ 1 ആണ് വന്നിരിക്കുന്നത്. അന്നേരം ഈ വൺസിൻ്റെ പ്ലേസ് 1 അത് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഈ ടെൻസിൻ്റെ പ്ലേസ് റിമെയിൻസ് സെയിം. ഈ 7 തന്നെയായിരിക്കും. ടെൻസ് പ്ലേസ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അപ്പം 7 എന്നുള്ളത് ടെൻസിൻ്റെ പ്ലേസ് നമ്മൾ പറഞ്ഞു സെയിം തന്നെ ആയിരിക്കും. ബട്ട് വൺസ് പ്ലേസ് ബിക്കം 0. ഓക്കെ, ഈ 71 എന്നുള്ളത് ടെൻസ് പ്ലേസ് സെയിം ആയിരിക്കും, വൺസിൻ്റെ പ്ലേസ് 0 ആയി. വൺസിൻ്റെ പ്ലേസ് 0 ആകാനും ടെൻസിൻ്റെ പ്ലേസ് സെയിം ആകാനും കാരണം എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വൺസ് പ്ലേസ് എടുത്ത് നോക്കി. വൺസ് പ്ലേസ് ലെസ് ദാൻ 5 ആണ്, 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് 0 ആകാൻ. ദാറ്റ് മീൻസ് ദിസ് നമ്പർ റൗണ്ടിങ് ഓഫ് ടു 26,500. ഇത് നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ്, കാരണം ടെൻസ് പ്ലേസ് ആണ് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മുമ്പുള്ള ഡിജിറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും തന്നെ നിൽക്കും. 26,570 is the round number when we rounding off the tens place. ഓക്കെ, ഇത് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിജിറ്റ് ഇതാണ്. അപ്പം ശ്രദ്ധിക്കണം, ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഡിജിറ്റ്സ് എല്ലാം മാറ്റി ടെൻസും വൺസും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതിനകത്ത് ടെൻസ് പ്ലേസ് പറഞ്ഞേക്കുന്നുണ്ട്, നമ്മൾ വൺസ് പ്ലേസ് നമ്മൾ നോക്കും. അവിടെ ലെസ് ദാൻ 5 ആണ് വന്നിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 5 അല്ലെ 5 ആണെങ്കിൽ ഈ 7 എന്നുള്ളത് എന്തായിട്ട് മാറിയേനെ? 8 എന്നായേനെ. ബട്ട് വൺസ് പ്ലേസ് ബിക്കം 0. അണ്ടർസ്റ്റാൻഡ്? ഹിയർ ഈസ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ 24,589. 24,589. Again, the question is to rounding off the nearest tens. We are going to rounding off the nearest tens place. So we take 89. We take 89. Okay, 89 എടുത്തു. നമ്മൾ ടെൻസ് പ്ലേസ് ആയതുകൊണ്ട് we take ones place. It is greater than 5. Ones place 9 ആണ്. It is greater than 5. That means this 8 become 9 and this 9 become 0. ഈ വൺസ് പ്ലേസ് 0 ആകും. നമ്മൾ 8 എന്നുള്ളത് 9 ആയിട്ട് മാറും, ബിക്കോസ് വൺസ് പ്ലേസ് ഈസ് ഗ്രേറ്റർ ദാൻ 5. Okay, that means this is 24,590 is the answer. Okay, when we rounding off this number to the tens place, this become 24,590. Understand how we can rounding off the numbers in the tens place? Okay, here is the next one. Here is the next one. 1,45,785. 1,45,785. We want to going to rounding off the tens place. Tens place ആണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വൺസ് ടെൻസ് ഈ 2 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, that is 1,45,700 remains the same and we are going to take 85.
നമ്മൾ 85 മാറ്റി ഇങ്ങോട്ട് എടുക്കാൻ പോവാം. 85 മാറ്റി എടുത്തപ്പം വൺസ് പ്ലേസ് ഈസ് 5. ഓക്കെ, ലെസ് ദാൻ 5 ആണെങ്കിൽ ഇത് 8 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് 5 ആയതുകൊണ്ട് 8 becomes 9. That is 90. This is the answer. Okay, and we are going to rounding off the next hundreds place. നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പോകും. അതെങ്ങനെയാണ് നോക്കുന്നത്? ഹൺഡ്രഡ്സ് പ്ലേസ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ എടുക്കേണ്ടത് ടെൻസ് പ്ലേസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ വൺസ് പ്ലേസ് ആണ് നോക്കിയത്. ഇവിടെ ഹൺഡ്രഡ്സ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ടെൻസ് പ്ലേസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13,478. 13,478. We want to rounding off the hundreds place. Okay, hundreds place ആണ് rounding off ചെയ്യേണ്ടത്. So that ones, tens, hundreds, that is 478 നമ്മൾ എടുത്തു. 478 എടുത്തതിനകത്ത് നമ്മളോട് ഹൺഡ്രഡ്സ് പ്ലേസ് ആയതുകൊണ്ട് we take tens place. എന്ത് ചെയ്യണം? നമ്മൾ ടെൻസ് പ്ലേസ് എടുക്കണം. ടെൻസ് പ്ലേസ് ഇവിടെ എത്രയാ? 7. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ ഈ 7ഉം 8ഉം എന്നുള്ള പ്ലേസ് 0 ആകും. ബട്ട് ദിസ് 4 ബിക്കം 5. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ 5 എന്നാകും ഈ 7. ടെൻസിൻ്റെ പ്ലേസ് ഗ്രേറ്റർ ആണ്. ഹൺഡ്രഡ്സ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻസ് പ്ലേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ടെൻസ് പ്ലേസ് ഇവിടെ ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് this hundreds place become 5 and the tens place and ones place becomes 0. It is 13,500 is the answer. Okay, 13,500 is the answer because hundreds place rounding off ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ടെൻസ് പ്ലേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ടെൻസ് പ്ലേസ് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഹൺഡ്രഡ്സ് പ്ലേസ് എന്ത് ചെയ്തു? ദ നെക്സ്റ്റ് ഡിജിറ്റിലോട്ട് മാറി. ടെൻസും വൺസും 0 ആയിട്ട് മാറി. ഓക്കെ, ഹിയർ ഈസ് ദ answer. And then this is the next one. 8,92,633. This is the next question. Hundreds place ആണ് റൗണ്ടിങ് ഓഫ് ചെയ്യേണ്ടത്. ഹൺഡ്രഡ്സ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? വൺസും ടെൻസും ഹൺഡ്രഡ്സും എടുത്തിട്ട് ടെൻസ് പ്ലേസ് നോക്കണം. ടെൻസ് പ്ലേസ് ഹിയർ ഇറ്റ് ഈസ് 3. ദാറ്റ് ഈസ് ലെസ് ദാൻ 5. ദാറ്റ് മീൻസ് ഹൺഡ്രഡ്സ് പ്ലേസ് റിമെയിൻസ് ദ സെയിം. 8,92,600 is the answer. Okay, 8,92,633. When we rounding off in the hundreds place, it becomes 8,92,600. Okay. Here is the next one. 6,23,567. We are going to rounding off to nearest hundreds place. We are going to rounding off this number to nearest hundreds place. That is ones, tens, hundreds. 567 we take, and in the tens place it is 6. So the 5 becomes 6. That is 6,23,600 is the answer. Because the tens place is 6, that is greater than 5. So this 5 becomes 6 and ones, tens and ones place become 0. ഇതുപോലെ തന്നെ 1000 പ്ലേസും നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണേ എന്ത് ചെയ്യണം? 1000 പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണേ വി ടേക്ക് ദ ഹൺഡ്രഡ്സ് പ്ലേസ്. ഹൺഡ്രഡ്സ് പ്ലേസ് ലെസ് ദാൻ 5 ആണെങ്കിൽ 1000 പ്ലേസ് റിമെയിൻസ് ദ സെയിം ആൻഡ് ഹൺഡ്രഡ്സ്, ടെൻസ് ആൻഡ് വൺസ് പ്ലേസ് ബിക്കം 0. If the hundreds place is greater than 5 or 5, then the 1000 place becomes the next digit and the all others become 0. Okay, here is an example. We want to find 18,566 to nearest thousands place. തൗസൻഡ്സ് പ്ലേസ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പോകും. 1000 പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യുന്ന വൺസ്, ടെൻസ്, 100,000. 8,566 ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അന്നേരം നമ്മൾ എന്ത് പറഞ്ഞു? 1000 പ്ലേസ് ആണ്. ഹൺഡ്രഡ്സ് പ്ലേസ് നോക്കണം. ഹൺഡ്രഡ്സ് പ്ലേസ് ഇസ് 5. 5 ആകുമ്പോൾ ഈ 8 എന്നുള്ളത് എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. സോ 1, 9 and hundreds, tens, ones become 0, 0, 0. This is the answer for 18,566 rounding off to thousands.
Okay, this is the next one. 7,95,325. Rounding off to thousands. Ones, tens, hundred, thousands. 5,325. Here the hundreds place is 3. So this 5 remains the same and hundreds, tens, ones places become 0. That is 7,95,000 is the answer. ഓക്കെ, ഇപ്പോൾ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പഠിച്ചോ? റൗണ്ടിങ് ഓഫ് ചെയ്യണേ. ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ വൺസ് പ്ലേസ് ലെസ് ദാൻ 5 ആണോ 5 ആണോ ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കും അല്ലേ? ടെൻസ് പ്ലേസ് ആണെങ്കിൽ. ഹൺഡ്രഡ്സ് പ്ലേസ് ആണെങ്കിലോ ടെൻസ് പ്ലേസ് നമ്മൾ നോക്കും. 1000 പ്ലേസ് ആണെങ്കിൽ 1000 പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഹൺഡ്രഡ്സ് പ്ലേസ് എടുത്തിട്ട് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്താണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? ഹിയർ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ റോമൻ. We are going to study about the Roman numerals. I think already you studied about the Roman numerals. അല്ലേ? ഹിന്ദു അറബിക് ന്യൂമറൽസ്, റോമൻ ന്യൂമറൽസ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ഹിന്ദു അറബിക് ന്യൂമറൽസ്? What do you mean by Hindu Arabic numerals? Now we are counting the counting numbers. നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് എല്ലാം ഹിന്ദു അറബിക് ന്യൂമറൽസ് ആണ്. ദാറ്റ് ഈസ് 1, 2, 3, 4 എക്സെട്ര. ഇത് എൻലെസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഹിന്ദു അറബിക് ന്യൂമറൽ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് നമ്പേഴ്സ് ആർ ഹിന്ദു അറബിക് ന്യൂമറൽ. ആൻഡ് ദ റോമൻ ന്യൂമറൽസ് നമ്മൾ നേരത്തെ അറിയാൻ റോമൻ ന്യൂമറൽസ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? വി, എക്സ് ഇങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. നിങ്ങളിപ്പോൾ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 1B എന്ന് എഴുതും. ഇത് റോമൻ ന്യൂമറലാണ്. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സും ഹിന്ദു അറബിക് ന്യൂമറൽസും തമ്മിലുള്ള റിലേഷൻസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് റോമൻ ന്യൂമറൽസിന് വി ആർ യൂസിങ് ഓൺലി 7 ലെറ്റേഴ്സ്. ഈ റോമൻ ന്യൂമറൽസ് നമ്മൾ എഴുതാൻ നമ്മളാകെ 7 ലെറ്റേഴ്സ് ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പം 1 മുതൽ എൻലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏത് നമ്പർ എഴുതണമെങ്കിൽ നമ്മൾ ഈ 7 ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. വിച്ച് ആർ ദീസ് ലെറ്റേഴ്സ്? Roman numerals, that is 7 letters. 1, V, X, L, C, D, M. ഇങ്ങനെ 7 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 7 ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ എല്ലാ റോമൻ ന്യൂമറൽസും റെപ്രസെൻ്റ് ചെയ്യുന്നത്. വേറൊരു ലെറ്റേഴ്സും നമ്മൾ അവിടെ യൂസ് ചെയ്യത്തില്ല. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹിയർ 1 ഇൻഡിക്കേറ്റ്സ് അവർ 1. ഐ എന്നുള്ളത് നമ്മുടെ ഐ എന്നുള്ള ഈ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നുള്ള ഈ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 എന്നാണ്. നെക്സ്റ്റ് വി ഇൻഡിക്കേറ്റ് 5. വി എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 5. എക്സ് ഇൻഡിക്കേറ്റ്സ് 10. എക്സ് എന്നുള്ള ഈ ലെറ്റർ റോമൻ ന്യൂമറിലാണ് മേളിലുള്ളത്. 1, V, X, L, C, D, M. ഇതൊക്കെ എന്താണ്? റോമൻ ന്യൂമറൽസ് ആണ്. അപ്പം എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദു അറബിക് ന്യൂമറൽ 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൽ. എൽ മീൻസ് ഇൻ ഹിന്ദു അറബിക് ന്യൂമറൽ ഇറ്റ് ഈസ് 50. നെക്സ്റ്റ് ഈസ് സി. ഇൻ ഹിന്ദു അറബിക് ന്യൂമറൽ ഇറ്റ് ഈസ് 100. നെക്സ്റ്റ് ഈസ് ഡി, ദാറ്റ് ഈസ് 500. Next is M, that is 1000. Okay, 1 means it is 1, V means it is 5, X means it is 10, L is 50, C is 100, D is 500 and M is 1000. ഈ ഇത്രയും ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ന്യൂമറൽസ് മുഴുവൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു write all the numerals using these 7 letters and there is no symbol for 0. 0 എന്ന് പറയുന്ന ഒരു നമ്പറിന് ഇവിടെ ഒരു സിമ്പലും ഇല്ല. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിന് ഒരേ സിമ്പല് 3 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ആവത്തില്ല. 3 പ്രാവശ്യത്തിൽ കൂടുതൽ സെയിം സിമ്പിൾ റിപ്പീറ്റ് ആകത്തില്ല. ഈ 1 എന്നുള്ളത് നമ്മൾ 1 1 1 ഇങ്ങനെ എഴുതും. പക്ഷേ 4ാമതൊരു 1 ഇവിടെ വരത്തില്ല. ഓക്കെ, ആൻഡ് വി എന്ന് പറയുന്നത് 2 പ്രാവശ്യം വി വരത്തില്ല. ഒറ്റ പ്രാവശ്യം വിയും
പിന്നെ ഏതാണ് എല്ലും വരുള്ളൂ. ഓക്കെ, VLD എന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യമേ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് 3 ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വിയും എല്ലും ഡിയും ഇതൊന്നും നമുക്ക് 3 ടൈംസിൽ കൂടുതൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതിൽ 3 ടൈംസിൽ കൂടുതൽ റിപ്പീറ്റ് ആവത്തില്ല. ആണെങ്കിൽ തന്നെ ആൻസർ തെറ്റായിരിക്കും. ഹിയർ ഐ എം ഗോയിങ് ടു റൈറ്റ് സം convert to Roman numeral. I am going to convert some numbers to Roman numeral. Here first one is 13. I am going to convert 13 to Roman numeral. 13 means അത് എന്ത് ന്യൂമറലാണ്? ഹിന്ദു അറബിക് ന്യൂമറലാണ്. ഹിന്ദു അറബിക് ന്യൂമറൽ കിടക്കുന്ന ഈ 13 ഞാൻ റോമൻ ന്യൂമറൽ ആക്കാൻ പോവാ. Okay, that is 13 means it is 10 plus 3. What is 10 here? X. And what is 3 here? 1, 1, 1. Third standard പഠിച്ചിട്ടുള്ളതല്ലേ 3 ഒക്കെ റോമൻ ന്യൂമറൽ ആക്കാൻ. This is the Roman numeral for 13. Okay, I am going to write 20. 20 means it is 10 plus 10. That is, what is 10? 10 is X. X. This is the Roman numeral for 20. Okay, and next is 29. How will you write 29? 29 means it is 20 plus 9. 20 means it is 10 plus 10. അല്ലേ, 20 എന്ന് പറഞ്ഞാൽ 10 plus 10 ആണെന്നുള്ളത് നമുക്കറിയാം. It indicates what is 20? X. What is 9? 1x. Okay, xന്റെ ഫ്രണ്ടിലാണ് 1. ഇതാണ് 9 എന്ന് പറയുന്നത്. Okay, this is x. 1x is 29. Okay, and what about 31? 31 means it is 30 plus 1. 30 means it is x. 30 എന്ന് പറഞ്ഞാൽ 3 10 ആഡ് ചെയ്യുന്നതല്ലേ. 10 ആണ് 30. That is x. 1 means ഇവിടെ 1 എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ തന്നെയാണ്. 1 means it is 5. This is the Roman numeral for 31. And what about 44? 44. It is 40 plus 4. അപ്പം നമുക്കറിയാം 40 എന്ന് പറഞ്ഞാൽ 10 plus 10 plus 10 plus 10 എന്നാണ് അറിയാലേ. 40 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 40 എന്ന് പറഞ്ഞാൽ 10 plus 10 plus 10 plus 10. അങ്ങനെയാണ് x എന്ന് നമുക്ക് ചെയ്യാം. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ബട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ സിമ്പിൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ആവത്തില്ലെന്ന്. അപ്പം നമുക്കിങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. വി ക്യാൻ റൈറ്റ് 50 minus 10 അല്ലേ. ഇതും 40 അല്ലേ. 10 plus 10 plus 10 എന്ന് എഴുതിയാലും 50 minus 10 40 അല്ലേ. Yes, this is also 40. 50 how will you write? 50 means it is L അല്ലേ. 50 എന്ന് പറയുന്നത് എന്താ ഇവിടെ? L ആണ്. 50 എന്ന് പറയുന്നത് L. -10 എന്നാണ്. +10 വരുവാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകത്തുള്ളൂ. -10 മീൻസ് 10ൻ്റെ സിമ്പിൾ എന്തുവാ? 10ൻ്റെ സിമ്പിൾ എക്സ്. ആ എക്സ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഫ്രണ്ടിലൊരു നമ്പർ നമ്മുടെ നമ്പറിനേക്കാൾ ഒരു സ്മോളർ നമ്പർ ഫ്രണ്ടിൽ വരികയാണ്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ബിഗർ നമ്പർ. ഓക്കെ, XL മീൻസ് ദിസ് ഈസ് 40. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 50 10 മൈനസ് ചെയ്യുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഫ്രണ്ടിലോട്ട് ഇത് എഴുതുമ്പോൾ ദിറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് 10 ഫ്രം 50. ദാറ്റ് ഈസ് ഹിയർ 40 മീൻസ് എങ്ങനെയായിരുന്നു നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത്? 50 minus 10 plus 4. It is same as 50 minus 10 is XL. 4 means 4. എങ്ങനെ 4 എഴുതുന്നേ? 1V. Okay, this is the answer. And what about 58? 58 എങ്ങനെ എഴുതും? 58 means it is 50 plus 8. We know that 50 means L. 8 means V111. This is the answer. Okay, 50 plus 8. 50 means L and 8 means V. V means 5, 6, 7, 8. Okay, and what about 75? What about 75? 75 means it is 50 plus 20 plus 5. 50 plus 20 plus 5. What about 50? It is L. What about 20? X.
What about 5V? This is the Roman numeral for 75. Okay, then can you find out what about 92? 92 എങ്ങനെ എഴുതുന്നത്? വി നോ ദാറ്റ് 92 മീൻസ് 90 പ്ലസ് 2 അല്ലേ? 92 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 2. ഇപ്പം നോക്കിക്കേ, 90 എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 40 ആണ്. അക്കോർഡിംഗ് ടു 50 ഇറ്റ് ഈസ് 50 പ്ലസ് 40 ആണ് 90 എന്ന് പറയുന്നത്. പക്ഷേ 40 എഴുതുമ്പോൾ നമ്മൾ എന്തോ എഴുതണം? 50 പ്ലസ് 40 എന്ന് എഴുതിയാൽ വീണ്ടും എൽ 40 എങ്ങനെയായിരുന്നു? XL. നമ്മൾ പറഞ്ഞു എൽ എന്ന് പറയുന്ന ഡിജിറ്റൊക്കെ ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ വി ടേക്ക് 90 ആസ് 100 മൈനസ് 10 പ്ലസ് 2. 100 മൈനസ് 10 പ്ലസ് 2. വാട്ട് ഈസ് 100? ഇറ്റ് ഈസ് C. മൈനസ് 10 എന്ന് പറയുമ്പോൾ 10ൻ്റെ സിമ്പിൾ എവിടെ വരണമെന്നാണ് പഠിപ്പിച്ച? മൈനസ് പറയുമ്പം ഇൻ ഫ്രണ്ട് ഓഫ് C. ദാറ്റ് ഈസ് XC. വാട്ട് ഈസ് 2? 1. ദിസ് ഈസ് 92. Okay, this is 92. നമ്മൾ x എന്തിനാ ഫ്രണ്ടിൽ എഴുതിയ? ഇറ്റ് മീൻസ് വി ആർ സബ്ട്രാക്ടിങ് 10 ഫ്രോം 100. ദാറ്റ് ഈസ് XC. ഓക്കെ, അല്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ 50 പ്ലസ് 40 പ്ലസ് 2 എന്ന് എഴുതിയാൽ 50 എന്തായിരുന്നു? L. 40 എന്തായിരുന്നു? XL. അപ്പോൾ ഒരേ ഇതിനകത്ത് തന്നെ 2 L വന്നു. അങ്ങനെ വരത്തില്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യാത്തത്? വിയും എല്ലും ഡിയും റിപ്പീറ്റ് ചെയ്യത്തില്ല. ഒറ്റ പ്രാവശ്യം അവർ ഒരു ലൈനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് റിപ്പീറ്റ് ചെയ്യും. I, X, C, M ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കണ്ടീഷൻ വെക്കുവാണെങ്കിൽ ദിസ് ഈസ് റോങ് ആൻഡ് ദിസ് വൺ ഈസ് കറക്റ്റ്. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ ഇപ്പം ഇതിനെ ഹിന്ദു അറബിക് ന്യൂമറലിനെ റോമൻ ന്യൂമറലാക്കാൻ പഠിച്ചോ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു convert Roman numeral to Hindu Arabic numeral. Okay, convert the the Roman numeral to Hindu Arabic numeral. We are going to convert a Roman numeral to Hindu Arabic numeral. റോമൻ ന്യൂമറലിനെ നമ്മൾ ഹിന്ദു അറബിക് ന്യൂമറൽ ആക്കാൻ പോവാണ്. ഓക്കെ, ഹിയർ ഫസ്റ്റ് വൺ ഈസ് V11. V11. V is 5. 1 1. That is 5 6 7. This is V11 means it is 7. Okay, the next one is X1V. X1V. It is same as what is X here? X means it is 10. 1V. വിയുടെ ഫ്രണ്ടിലാണ് 1 കിടക്കുന്നത് അല്ലേ? വിയുടെ ഫ്രണ്ട് ഇതിനെയാണ് നമ്മൾ ഒരു ഒറ്റ ഇതായിട്ട് എടുക്കുന്നത്. വിയുടെ ഫ്രണ്ടിൽ 1 കിടക്കുന്നത്. ഇറ്റ് മീൻസ് 4. 10 plus 4. It is 14. Next one is X11. How many X are there? 3X. That means it is 30. How many 1 is there? 2. That is 32 is the answer. Understand? Next, XL 1X. What is XL? It is 40. What is 1X? It is 9. It is same as 49. Okay, understand how we can convert this? Next one is LXXV. What is LXX? L is 50, 60, 70. It is 70 plus V. What is V? 5. It is same as 75. This is the answer for that. Understand all of you? So in this chapter we studied how we can convert the Roman numeral to Hindu Arabic numeral and Hindu Arabic numeral to Roman numeral, and also we studied how we can rounding off the numbers, that is tens place, hundreds place, thousands place അല്ലേ? ടെൻസ് പ്ലേസ് റൗണ്ടിങ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ വൺസ് പ്ലേസ് കമ്പയർ ചെയ്യും. 5-നേക്കാൾ ഗ്രേറ്റർ ആണോ ലെസ് ആണോ 5 ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ടെൻസ് പ്ലേസ് ചേഞ്ച് വരുത്തും. ഹൺഡ്രഡ്സ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ ടെൻസ് പ്ലേസ് കൺസിഡർ ചെയ്തിട്ട് ഹൺഡ്രഡ്സ് പ്ലേസിന് ചേഞ്ച് വരുത്തും അല്ലേ? ഇങ്ങനെയല്ലേ പഠിച്ചത്? ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി സ്റ്റഡീഡ് അബൌട്ട് ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ, പിന്നെ forming of largest and the smallest digit, successor, predecessor, comparison അല്ലേ? എല്ലാം പഠിച്ച് എക്സ്പാൻഡഡ് ഫോം പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
this chapter is already completed, and we are going to do a test paper. I will give you the date later. So students, study very well and prepare for the test paper. Okay, thank you.